ചിന്തിക്കുന്നത് പോലെ പറയുക. പറയുന്നതിന് ഒരു ഉദാഹരണം നോക്കാം. കാളിദാസനെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? കാളിദാസനും ഭോജരാജാവും വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ഭോജരാജാവിൻ്റെ സദസ്സിലെ കവിയാണെങ്കിലും അങ്ങനെയുള്ള ഒരു പദവിയല്ല കാളിദാസന് കൊടുത്തിരിക്കുന്നത്. കാളിദാസൻ്റെ മനസ്സിൽ ഭോജരാജാവിനോട് വളരെ സ്നേഹമുണ്ട്, ഭോജരാജാവിന് കാളിദാസനോടും വളരെ സ്നേഹമുണ്ട്. ആത്മമിത്രങ്ങളെ പോലെയാണ്. ഈ ചരിതവും പറഞ്ഞിരിക്കുന്നത് കാഞ്ചി മഹാപെരിയവരായിരുന്ന ശങ്കരാചാര്യരായിരുന്ന ചന്ദ്രശേഖരേന്ദ്ര സരസ്വതി സ്വാമികളാണ്. അദ്ദേഹം ചില സമയങ്ങളിൽ ഭക്തന്മാരുമൊക്കെ ഇങ്ങനെ തീർത്ഥാടനം ചെയ്യും. അപ്പോൾ ആ സമയത്ത് ഈ കൂടെയുള്ളവർക്കൊക്കെ ബോറടിക്കാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും കഥയൊക്കെ പറയും. അപ്പോൾ ഒരു ദിവസം അദ്ദേഹം ചോദിച്ചത്, കൂട്ടത്തിൽ അത്യാവശ്യം നല്ല പണ്ഡിതൻ എന്ന് പേരുള്ള ഒരാളോട് ചോദിച്ചു, ഈ പുരാണത്തിൽ സന്യാസി വേഷം കെട്ടിയ എത്ര പേരെ അറിയാം? ഒന്നുകൂടി പറയാം, എന്താ പറഞ്ഞിരിക്കുന്നത്? പുരാണത്തിൽ സന്യാസിയുടെ വേഷം കെട്ടിയ എത്ര പേരെ അറിയാം? അപ്പം ഇദ്ദേഹം ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, 1 രാവണൻ അറിയാമല്ലോ, 2 അർജുനൻ, സുഭദ്രയെ കല്യാണം കഴിക്കാനായിട്ട് അങ്ങനെയല്ലേ പോയത്, ഇത്രയേ ഉള്ളൂ. ഇപ്പം മഹാപെരിവ ചെറിയ ക്ലൂ ഒക്കെ കൊടുത്തു നോക്കി, ഒരു രക്ഷയില്ല. ശകുന്തള, ദുഷ്യന്തൻ എന്നൊക്കെ പറഞ്ഞു, ക്ലൂ കൊടുത്തിട്ടൊന്നും ഒരു രക്ഷയില്ല. അപ്പോഴാണ് മഹാപെരിവ ആ ചരിതം പറയാൻ തുടങ്ങിയത്. അതായത് മുമ്പ് പറഞ്ഞതുപോലെ കാളിദാസനും ഭോജരാജാവും വളരെ വലിയ ആത്മമിത്രങ്ങളായിരുന്നു. പക്ഷേ കാളിദാസൻ രചിക്കുന്ന ചരിതങ്ങളോടൊക്കെ അസാമാന്യമായിട്ടുള്ള ഒരു പ്രീതിയാണ് രാജാവിന്. അങ്ങനെ ഇരിക്കുമ്പോൾ രാജാവ് പറഞ്ഞു, കാളിദാസ, എനിക്കൊരു ആഗ്രഹം. കാളിദാസൻ രചിച്ച എൻ്റെ ചരമഗീതം എനിക്ക് കേൾക്കണം. വേറെ എന്താ പൂതിയൊന്ന് ആലോചിച്ച് നോക്കിയേ. കാളിദാസൻ രചിച്ച ചരമഗീതം, കാരണം ഞാൻ മരിച്ചു പോയ പിന്നെ എനിക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ. ഇത്ര അപൂർവമായിട്ടുള്ളൊരു സാധനമല്ലേ കാളിദാസൻ എൻ്റെ ചരമഗീതം രചിക്കുന്നത്, അത് കേൾക്കണം. അപ്പം കാളിദാസൻ പറഞ്ഞു, എന്നെ കൊണ്ടിത് പറ്റില്ല. കാരണം എന്താണ്? എൻ്റെ വാക്കിൽ സത്യമുണ്ട്. ഞാൻ പറഞ്ഞാൽ അങ്ങ് മരിക്കും, അതുകൊണ്ട് എന്നെ കൊണ്ടിത് സാധിക്കില്ല. പക്ഷേ ഭോജരാജാവ് സമ്മതിക്കുന്നില്ല. ഭോജരാജാവ് വാശി പിടിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, ഞാൻ അങ്ങയുടെ കൊലയാളിയാകാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ കാളിദാസൻ പറഞ്ഞു ഞാൻ അങ്ങയുടെ കൊലയാളിയാകാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് കണ്ടപ്പോൾ ഭോജരാജാവിന് ചെറിയ പിണക്കവും പരിഭവവും ഒക്കെ വന്നു. ഭോജരാജാവ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇനി ഈ നാട്ടിൽ നിൽക്കണ്ട, സ്ഥലം വിട്ടു. കാളിദാസനാണ് വിചാരിച്ചു, രക്ഷപ്പെട്ട് സ്ഥലം വിട്ടേക്കാം, കൊലയാളിയാകുന്നതിലും ഭേദം എവിടെയെങ്കിലും പോയി മനസ്സമാധാനത്തോടുകൂടി ഇരിക്കുന്നതാണ് സമ്യക്കായിട്ടുള്ള, അല്ലേ, നമ്മളുടെ ആ ധ്യാനം അവസ്ഥയാണ് സമാധാനം, എല്ലാവരും നമ്മൾ പറയുന്നുണ്ടെങ്കിലും. അപ്പോൾ മനസ്സമാധാനത്തോടുകൂടി ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു? മധ്യപ്രദേശിൽ ധര എന്നുള്ള ഒരു സ്ഥലത്ത്, ധാർ എന്ന് പറയുന്ന ഇന്ന് അറിയപ്പെടുന്ന ഒരു സ്ഥലത്ത് പോയി ഒരു വൃദ്ധയുടെ വീട്ടിൽ താമസം തുടങ്ങി. എങ്ങനെയാ? ഒരു സന്യാസിയുടെ വേഷത്തിൽ. അതാണ് കഥ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഒരു സന്യാസിയുടെ വേഷത്തിൽ അവിടെ താമസം തുടങ്ങി. അപ്പോൾ ഇവിടെ ഭോജരാജാവിന് വിരഹദുഃഖം. ആരെ കാണാഞ്ഞിട്ടാ? കാളിദാസനെ കാണാഞ്ഞിട്ട് അദ്ദേഹത്തിന് ഇരിക്കപ്പുറത്തിയില്ല. ഇരുന്ന് സ്ട്രാറ്റജി ആലോചിക്കുകയാണ്. എന്താണ് കാളിദാസനെ കണ്ടുപിടിക്കാനൊരു വഴി? ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു പോം വഴി കണ്ടെത്തി. അദ്ദേഹം ഒരു ശ്ലോകത്തിൻ്റെ 2 വരി എഴുതി. വളരെ ഭോജരാജാവ് നല്ല മിടുക്കനാണേ, നല്ല പാണ്ഡിത്യമുണ്ട്. അപ്പോൾ ഭോജരാജാവ് ചേട്ടാ സമയം എത്ര? സമയം 1. അപ്പോൾ ഭോജരാജാവ് എന്ത് ചെയ്തു? ഭോജരാജാവും അതിബുദ്ധിമാനാണ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഒരു ശ്ലോകത്തിൻ്റെ 2 വരി എഴുതിയിട്ട് വിളംബരം ചെയ്തു. ഇതിൻ്റെ ബാക്കി 2 വരി ശരിയായി പൂരിപ്പിക്കുന്നയാൾക്ക് സമ്മാനമുണ്ട് എന്ന്. അപ്പോൾ ഈ വൃദ്ധയായിട്ടുള്ള സ്ത്രീ ഇത് കേട്ടു. അപ്പോൾ ഒരു സന്യാസി വര്യനൊക്കെ വീട്ടിലില്ലേ, പണ്ഡിതനാണെന്ന് വിചാരിച്ച് കൊണ്ടു കൊടുത്തു. കാളിദാസൻ ഒന്നും ഓർത്തില്ല. കാളിദാസൻ അത് പൂരിപ്പിച്ചു കൊടുത്തു. അവിടെ കൊണ്ടുപോയി ഈ അമ്മ കൊടുത്തപ്പോഴേ ഭോജരാജാവിന് കാര്യം മനസ്സിലായി. ഈ ശ്ലോകത്തിൻ്റെ സ്ട്രക്ചർ കണ്ടപ്പോഴേ ഇത് കാളിദാസനാണ് എന്ന് മനസ്സിലായി. അപ്പോൾ കാളിദാസൻ എവിടെയുണ്ട് എന്ന് ഭടന്മാരെയൊക്കെ വിട്ട് മനസ്സിലാക്കി. എന്നിട്ട് എന്ത് ചെയ്തു? ഒരു തരത്തിലും മനസ്സിലാകാത്ത രീതിയിൽ വേഷം മാറി ഈ അമ്മയുടെ വീട്ടിൽ ചെന്നു. ഒരു ഭൃത്യൻ്റെ വേഷത്തിലാണ് ചെന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ അമ്മയൊക്കെ കണ്ടു. അപ്പോൾ അമ്മ പറഞ്ഞു, ഈ വീട്ടിലൊരു സന്യാസി ഉണ്ട്. അപ്പോൾ കാളിദാസൻ ചെന്ന് കണ്ടപ്പോൾ പറഞ്ഞു, അല്ല, ഞാൻ ഭോജരാജാവിൻ്റെ ഭൃത്യനാണ്. അപ്പോൾ കാളിദാസൻ പറഞ്ഞു, അങ്ങ് രാജാവിനെ സേവിക്കാതെ എന്തിനാ ഇവിടെ വരുന്നത്? ആ കാര്യം പറഞ്ഞാൽ ഞാൻ രാജാവിൻ്റെ സേവനമൊക്കെ ആയിരുന്നു. അതെന്താ പാസ്റ്റ് ടെൻസ്?
ആയിരുന്നു. അപ്പോൾ പറഞ്ഞു, അതെ, ഭോജരാജാവ് ഇന്ന് രാവിലെ മരിച്ചുപോയി. കാളിദാസൻ അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല, ഹൃദയം നുറുങ്ങുന്ന വേദനയാണ്. കാളിദാസൻ അത്രമാത്രം വിഷമിക്കുകയാണ്. ഭോജരാജാവിനെ കണ്ടപ്പോൾ സന്തോഷം, എന്താ ആത്മാർത്ഥത, ഞാൻ മരിച്ചു പോയെന്ന് പറഞ്ഞപ്പോൾ എന്തൊരു ദുഃഖമാണ്. ശരിക്കും അപ്പം എന്നോട് അത്ര സ്നേഹമുണ്ടല്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ ദുഃഖിക്കുകയില്ലല്ലോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ, പിന്നെ ഇനി എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ, അതുകൊണ്ടാണ് വന്നത്. പക്ഷേ എന്താണെങ്കിലും അപ്പം ഇദ്ദേഹം പറഞ്ഞു, അല്ല അപ്പം എന്തുകൊണ്ടാണ് മരിച്ചത് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, കാളിദാസൻ പോയതിൻ്റെ വിഷമത്തിലാണ് മരിച്ചത്. അതും കൂടെ കേട്ടപ്പോൾ കാളിദാസൻ എന്താ, കൊലയാളി ആകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. ഇപ്പം മറ്റൊരു തരത്തിൽ കൊലയാളി. വിരഹദുഃഖം സഹിക്ക വയ്യാതെ ഭോജരാജാവ് മരിച്ചു. അപ്പം പിന്നെ ഭൃത്യനോട് പറഞ്ഞു, അതെ, ഞാനാണ് കാളിദാസൻ. അയ്യോ, അങ്ങാണോ കാളിദാസൻ? എന്നാൽ പിന്നെ അങ്ങ് ഒരു കാര്യം ചെയ്യാവോ? അങ്ങ് എന്ത് ചെയ്യണം? എന്താണേലും ഭോജരാജാവ് മരിച്ചല്ലോ, അങ്ങ് ഇനി ഭോജരാജാവിന് വേണ്ടി ഒരു ചരമഗീതം എഴുതുക. അപ്പം കാളിദാസനും വിചാരിച്ചു, ശരി, എന്താണേലും മരിച്ചു പോയില്ലേ. കാളിദാസൻ അവിടെ ഇരുന്ന് ഒരു ചരമഗീതം എഴുതി. ഈ ചരമഗീതം എഴുതി ഭൃത്യനെ വായിച്ച് കേൾപ്പിച്ചു. മുഴുവൻ കേട്ടതോടുകൂടി രാജാവിന് സന്തോഷമായി. ആ നിമിഷം തന്നെ രാജാവ് അവിടെ മരിച്ചു വീണു. ഇത് കണ്ടപ്പോഴാണ് കാളിദാസന് മനസ്സിലായത് ഇത് രാജാവാണ് എന്ന്. കാരണം ആ വാക്കിൻ്റെ, സത്യത്തിൻ്റെ വില. പക്ഷെ അപ്പോഴെന്ത് ചെയ്തു? കാളിദാസൻ പറഞ്ഞു, എൻ്റെ വാക്ക് ഒരാളുടെ മരണത്തിന് കാരണമായി എന്നുള്ളത് ഒരു കേമമായി ഞാൻ കാണുന്നില്ല. നേരെ മറിച്ച് എന്ത് വേണം? എൻ്റെ വാക്കിന് ഒരാളുടെ ജീവൻ എടുക്കാൻ ശക്തി ഉണ്ടെങ്കിൽ ദേവി, എൻ്റെ വാക്ക് ഒരാൾക്ക് ജീവൻ കൊടുക്കാനും ശക്തിയുള്ളതായിരിക്കണം. ദേവി അതിനെന്നെ കനിയണമെന്ന് പറഞ്ഞ് ജീവൻ കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ച് ചൊല്ലിയ ശ്ലോകമാണ്, സ്തോത്രമാണ് വളരെ പ്രശസ്തമായിട്ടുള്ള ശ്യാമളാ ദണ്ഡകം. അതുകൊണ്ട് ഇതിൻ്റെ ഫലശ്രുതി പറയും, രോഗാതുരരായിട്ട് കിടക്കുന്നവർ പുതിയ ജീവനിലേക്ക് വരാനും ഒക്കെ ആയിട്ട് ചൊല്ലേണ്ട വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു സ്തോത്രമാണ് ശ്യാമളാ ദണ്ഡകം. ഇവിടെ എന്തുകൊണ്ടാണ് ഞാൻ ഈ ചരിതം പറഞ്ഞത്? അമൃതാനന്ദമയി അമ്മ പറയും, ആചാര്യന്മാർ സത്യം പറഞ്ഞു എന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ല, ഋഷിമാർ സത്യം പറഞ്ഞു എന്ന് പറയണ്ട, മറിച്ച് അവർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. അതെന്താണ്? സത്യമായി ഭവിക്കും. അതുകൊണ്ടാണ് ഈ ശാപവാക്കൊക്കെ, അവരുടെ ആ തപോബലം കൊണ്ട് അവരെന്ത് പറഞ്ഞാലും അത് സത്യമായി ഭവിപ്പിക്കേണ്ടത് ഭഗവാനാണ്. അതുകൊണ്ട് അവരുടെ മനസ്സ് നൊന്ത് വായിന്ന് എന്തെങ്കിലും വീണാൽ ഗുരുക്കന്മാർ സംസാരിക്കുമ്പോൾ സൂക്ഷിച്ചു വേണം അവരോട് നിൽക്കാമെന്ന് പറയില്ലേ. അവരുടെ വായിൽ നിന്ന് എന്തെങ്കിലും വീണാൽ അത് സ്വാഭാവികമായിട്ട് സത്യമായിട്ട് ഭവിക്കും. അത്രമാത്രം ആ തപശക്തി ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് വാക്ക് വളരെയധികം ശ്രദ്ധിച്ചുപയോഗിക്കുക. വളരെ വേഗം പറയാം. അടുത്ത എന്താണ്? പ്രവൃത്തി. എങ്ങനെ പ്രവൃത്തി പരിശുദ്ധമായിരിക്കണം? പരിശുദ്ധമായാൽ മാത്രം പോരാ, ചിന്തിക്കുന്നത് തന്നെ പറയണം, പറയുന്നത് തന്നെ പ്രവർത്തിക്കണം. ഒരിക്കൽ ഭഗവാൻ ശ്രീ സത്യസായി ബാബ ദർശനത്തിന് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കുഞ്ഞു വാവ കരയാൻ തുടങ്ങി. അപ്പം ശരിക്കും പറഞ്ഞാൽ പാല് കിട്ടാഞ്ഞിട്ടാണ് ഈ വാവ കരയുന്നത്. അപ്പോൾ സ്വാമി ദർശനത്തിന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാമി വേഗം അവിടെയുള്ള സേവാദൾ വോളണ്ടിയേഴ്സിനോട് പറഞ്ഞു, കുറച്ച് പാല് കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. അതിനുശേഷം സ്വാമി അങ്ങനെ ദർശനത്തിന് മുന്നോട്ട് പോയി. വേഗം എന്ത് ചെയ്തു? സേവാദൾ അകത്ത് പോയി പാലെടുത്തുകൊണ്ട് വന്ന് കൊടുത്തു. ഈ അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുകയും സ്വാമി വളരെ സ്പീഡിൽ തിരിച്ചു വന്നിട്ട് ആ കുപ്പി മേടിച്ചു. കുപ്പി മേടിച്ചിട്ട് പിടിച്ചു നോക്കി. എന്താ? കുപ്പിക്ക് നല്ല ചൂട്. അപ്പോൾ ഭഗവാൻ പറയാണ്, കർമ്മ എങ്ങനെ ചെയ്യണം? നമ്മൾ ഈ അറയും കുറേയായിട്ട് ചെയ്യരുതെന്ന്, ഇവിടെ ആ ഭാഷ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, അറയും കുറേയായിട്ട് ചെയ്യരുതെന്ന് പറയും. എങ്ങനെയെങ്കിലും തോന്നിയ പോലെ വഴിപാടായിട്ട് ചെയ്യാമെന്നൊക്കെ പറയില്ല, അങ്ങനെ പറയാൻ പാടില്ല. എങ്കിലും ഏത് കർമ്മം ചെയ്താലും നമ്മൾ ചുമ്മാ ഇങ്ങനെ കൊണ്ട് കൊടുത്തിട്ട് എന്താ കാര്യമല്ലേ? നമ്മൾ സാധാരണ പറയാറില്ലേ നാടൻ ഭാഷയിൽ, പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയതുപോലെയെന്ന്. ആ കുഞ്ഞിന് നമ്മളൊരു കർമ്മം ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ എന്ത് വേണം? ആ കുഞ്ഞിന് ഉപയോഗപ്പെടുന്ന രീതിയിൽ വേണ്ടേ ചെയ്യാൻ, അല്ലേ? ആ കുഞ്ഞിന് പാകമുള്ള രീതിയിൽ സ്വാമി തന്നെ അവിടെ നിന്ന് ഒരു ഗ്ലാസ് കൊണ്ടുവരാൻ പറഞ്ഞ് ആ പാല് ആറ്റിച്ച് ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുത്തു. അതായത് നമ്മൾ സേവനമൊക്കെ ചെയ്യണം, എല്ലാവർക്കും നല്ലത് ചെയ്യണം, നല്ലത് ചിന്തിക്കണം എന്ന് പറഞ്ഞാൽ പോരാ. പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മുടെ ശ്രദ്ധ അതിൽ വേണം. പ്രവൃത്തി മാത്രം കണ്ടാൽ നമ്മുടെ സ്വഭാവം മനസ്സിലാവും. ഭാഗ്യത്തിന് എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരു അവസരം ഉണ്ടായി. ഒരിക്കലും ഞാൻ കോളേജിൽ നിന്നും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിക്ക് പോവുകയാണ്. അപ്പം അന്ന് എൻ്റെ അന്നത്തെ പ്രിൻസിപ്പലായിരുന്ന തോമസ് സാറ് വണ്ടിയിലുണ്ട്, ഞാനാണ് ഡ്രൈവ് ചെയ്യുന്നത്.
അപ്പം ഞാനിങ്ങനെ ഡ്രൈവ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുക, വേറൊന്നും ചിന്തിക്കുന്നില്ല. യൂണിവേഴ്സിറ്റിയിലെ ഒരു കാര്യം എനിക്ക് പരിചയമുള്ളൊരു സാറുണ്ട്. ഇപ്പോൾ കോളേജിന് ഒരു ഇഷ്യൂ വന്നു, അപ്പോൾ അതൊന്ന് സോൾവ് ചെയ്യാൻ നമുക്ക് പരിചയമുള്ളതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് സോൾവ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് പോവുകയാണ് ഞാനും സാറും കൂടെ. അപ്പോൾ പൊതുവേ ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ ഈ കുറുകെ കടക്കാനൊക്കെ ആര് വന്നാലും ഞാനെല്ലാം അങ്ങ് ചവിട്ടി കൊടുക്കും, അവരൊക്കെ കടന്നു പൊക്കോട്ടെ. ട്രാൻസ്പോർട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പാവം ഇവനൊക്കെ എത്ര ഓടി എത്തേണ്ടതാണ്. ലോറിയൊക്കെ വന്ന് അവനൊന്ന് ബ്രേക്ക് ചവിട്ടാനൊക്കെ എന്ത് പാടാം. അപ്പോൾ പൊതുവേ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ആരെങ്കിലും നമ്മളെ ഓവർടേക്ക് ചെയ്താൽ നമ്മുടെ കാല ഓട്ടോമാറ്റിക്കലി ആക്സിലേറ്ററിലോട്ട് പോകും അല്ലേ. ഭയങ്കര പ്രശ്നമാണ്. ആ ഈഗോ ഉള്ളിൽ വർക്കൗട്ട് ചെയ്യുന്നതാണ്. പക്ഷെ എന്തുകൊണ്ടോ ഞാൻ പൊതുവേ ആരെങ്കിലും വന്നാൽ കണ്ടിട്ടുണ്ടെങ്കിലും ഒരു പരിധി വരെ എല്ലാവരെയും കടത്തിവിടും. വണ്ടികളാണെങ്കിൽ ഏതെങ്കിലും ഇടവഴിയിൽ വന്നാൽ കടത്തിവിടും. അപ്പോൾ ഇത് സ്ഥിരം ഒരു സഹജമായിട്ടുള്ള ഭാവമായതുകൊണ്ട് ഉള്ളിൽ തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് എനിക്ക് മത്സരബുദ്ധി പാടില്ല. അപ്പോൾ ഡെലിബറേറ്റ്ലി ഞാനത് കുറച്ച് ശീലിച്ചിരുന്നു. പക്ഷേ ഇദ്ദേഹമാണ് എന്നോട് പറഞ്ഞത്, ഇദ്ദേഹം ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹം വളരെ വായനാശീലമുള്ള ആളാണ്. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, സരിതയ്ക്കറിയാവോ, ഒരാൾ വാ പോലും തുറക്കാതെ ഒരു 5 മിനിറ്റ് ഒരു വ്യക്തിയെ ഒബ്സർവ് ചെയ്താൽ അയാളുടെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നുകൊണ്ടാൽ കുറച്ച് വിട്ടുവീഴ്ച ഞാനിവിടെ SP അടിക്കുന്നതല്ല കേട്ടോ, സ്വയം പൊങ്ങി പറയുന്നതല്ല, സ്വയം പുകഴ്ത്തുന്നതല്ല. ജീവിതത്തിൽ ഭാഗ്യത്തിന് ഞാൻ ആ പരീക്ഷയിൽ അന്ന് രക്ഷപ്പെട്ടു, എന്നും രക്ഷപ്പെടുമെന്ന് അറിയില്ല. പക്ഷെ സാറ് പറഞ്ഞപ്പോഴാണ് അത് ഞാൻ ചിന്തിച്ചത്. സാറ് പറഞ്ഞു, ഈ നമ്മളന്ന് വേറെ ഒരു കാര്യവും നമ്മുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകളും പറഞ്ഞിട്ടില്ല. 5 മിനിറ്റ് ഡ്രൈവ് ചെയ്യുന്ന നോക്കിയാൽ നമ്മൾ ചിലർ ഗിയറൊക്കെ ഇടുന്ന കണ്ടിട്ടില്ലേ, എന്താ ഒട്ടിച്ചിടുന്നു. ആ ഒച്ചയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ ഗിയർ ഇങ്ങ് പറഞ്ഞു പോരുമോന്ന് തോന്നും അല്ലേ. അതുപോലെ ഓവർടേക്ക് ചെയ്താൽ സ്പീഡ് കൂടും. ആകെ എല്ലാ ഗിയറും ഇങ്ങനെ ഒട്ടിച്ചിട്ട് ജെർക്കിങ് ഒക്കെ ആയിട്ട് അതിൽ നിന്ന് തന്നെ ആ താമസഗുണം എന്ന് പറയാൻ പറ്റില്ല, രജോ ഗുണം വളരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് കർമ്മ എത്രമാത്രം ശ്രദ്ധയോടുകൂടി ചെയ്യണം. നമ്മൾ വാ തുറന്നില്ലെങ്കിലും നമ്മളുടെ ഒബ്സർവേഷൻ ആളുകൾക്ക് മനസ്സിലാകും, അല്ലെങ്കിൽ ആളുകൾക്ക് ഒബ്സർവേഷനിലൂടെ നമ്മളെ മനസ്സിലാകും. കഥകളിയിൽ നിങ്ങൾക്കറിയാലോ, കഥാപാത്രങ്ങൾ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണമുള്ളവയുണ്ട്. അതിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ സത്വഗുണമുള്ള കഥാപാത്രങ്ങൾ എങ്ങനെയാണ് കരയുന്നതെന്ന്? സത്വഗുണമുള്ള കഥാപാത്രങ്ങൾ വളരെ ഒച്ച കുറച്ച് വളരെ മയത്തിലേ കരയത്തുള്ളൂ. ഒച്ചയൊന്നും വെളിയിൽ അധികം വരില്ല. ഇങ്ങനെ ഇച്ചിരിയൊക്കെ കരയും, കണ്ണുകൂടെയൊക്കെ വെള്ളം വരും, ഇങ്ങനെ വിതുമ്പി നിൽക്കും. കാരണം എന്താണ്? അവരുടെ ഉള്ളിലുള്ളത് ആ സത്വഗുണമാണ്. രജോ ഗുണമുള്ളവരോ എങ്ങനെയായിരിക്കും? അലറി നേരെ വിളിച്ച് കരയുന്ന കണ്ടിട്ടില്ലേ? വളരെ അവരുടെ ആ രജോ ഗുണം മുഴുവൻ അവിടെ വരും. തമോ ഗുണമുള്ളതിൻ്റെ അവസ്ഥ പിന്നെ പറയുകയും വേണ്ട, അതിലും വളരെയധികം ആ താമസ ഗുണം മുഴുവൻ ചേർന്ന് വയലൻ്റായിട്ടുള്ള ഭാവമായിരിക്കും. അപ്പം എന്താ, നമ്മളെവിടെ നിന്നെങ്കിലും ഒന്ന് കരയുകയാണെന്ന് വിചാരിക്കുക, അത് കണ്ടിട്ട് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മളിൽ ഏത് ഗുണമാണുള്ളത്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. അതായത് നമ്മുടെ എല്ലാ പ്രവൃത്തിയിലും അമിതമായിട്ട് ആഹാരം കഴിച്ചാൽ അതെന്താണ്? രൗദ്രഭാവം. 2 ഭാവമുണ്ട്, ശാന്തം, രൗദ്രം. ഭഗവാന് രൗദ്രഭാവം ഉണ്ടെന്ന് പറയും, ശാന്തഭാവം ഉണ്ടെന്ന് പറയും. ഭഗവാന് മാത്രമല്ല, ഏത് പ്രവൃത്തിയിലുണ്ട്. അമിതമായിട്ട് ആഹാരം കഴിച്ചാൽ രൗദ്രഭാവം, അമിതമായിട്ട് ഒച്ചയിൽ സംസാരിച്ചാൽ രൗദ്രഭാവം, ആവശ്യത്തിന് ഭക്ഷണം കഴിച്ചാൽ ശാന്തഭാവം. ഈ ശാന്തഭാവമാണ് ഭഗവാൻ ഇഷ്ടപ്പെടുന്നത്. ഭഗവാൻ രൗദ്രഭാവം എടുക്കുന്ന എന്തിനാ? നമുക്ക് പേടിയാണ്. അപ്പം ഞാൻ ഏറ്റുമാനൂരിൽ നിന്നാണ് വരുന്നത്. എല്ലാവരും പറയും, യോ ഏറ്റുമാനൂരപ്പൻ അഘോരമൂർത്തിയല്ലേ, പേടിയാണ്. അഘോരമൂർത്തി എന്നാണ്, ഘോര ഇല്ലാത്ത മൂർത്തി, വളരെ കരുണാപരമായിട്ടുള്ള മൂർത്തി എന്നാണ് അർത്ഥം. അപ്പം ഭഗവാൻ രൗദ്രഭാവം എടുക്കുമ്പോൾ നമ്മൾ പേടിക്കണ്ട. എന്തിനാണ്? നമ്മളെ സംരക്ഷിക്കാനാണ് ഹിരണ്യകശിപുവിനെയൊക്കെ കൊല്ലുന്നത് അല്ലേ. അപ്പോൾ ഭഗവാൻ രൗദ്രഭാവം എടുത്തില്ലേ, നമ്മുടെ അവസ്ഥ എന്താവും? നമ്മളെന്തിനാണ് പേടിക്കുന്നത്? നമ്മൾ ഭഗവത് കഥകൾ പറഞ്ഞുകൊണ്ട് കിടക്കുന്നവരല്ലേ. അപ്പം നമ്മളെ പക്ഷേ സംരക്ഷിക്കാൻ നമ്മൾ എന്ത് ചെയ്തു? ദ്രൗപദിയെ പോലെ 5 ഭർത്താക്കന്മാരുണ്ടെങ്കിലും പുളിങ്കൊമ്പിൽ പിടിച്ചു. നമ്മളും എന്താ ചെയ്തത്? ദ്രൗപദി ആരെ വിളിച്ചേ? ഈ തണ്ടും തടിയുള്ള ഇത്രയും ഭർത്താക്കന്മാരുണ്ടായിട്ടും ഭഗവാനെ പിടിച്ചു. അതുപോലെ നമ്മളെന്താ ചെയ്തത്? എത്രയോ ജന്മങ്ങളിൽ നമുക്ക് ഭർത്താക്കന്മാരും ഭാര്യമാരും മക്കളും ഒക്കെ വരും. പക്ഷേ നമുക്കറിയാം, ആത്യന്തികമായിട്ട് നമ്മൾ ആരുടെ പാദം പിടിക്കണം? അതിന് ഭഗവത് പാദം പിടിക്കണം. പക്ഷേ ആ ഭഗവത് പാദം പിടിച്ചാലും ഭഗവാന് നമ്മളോടൊരു സ്നേഹം തോന്നണമെങ്കിൽ കുറച്ച് ഗുണമൊക്കെ വേണ്ടേ? ഭഗവത്ഗീതയിൽ വിഭൂതി യോഗം പറയുന്നുണ്ട്, പൂക്കളിൽ ഞാൻ താമരയാണ്, ആനകളിൽ ഐരാവതമാണ്. എന്തുകൊണ്ടാണ്? വേറെ എത്ര പൂവുണ്ട്, എന്താ എടുക്കാത്തത്? ഇതിനെല്ലാം വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഗുണങ്ങൾ ഉള്ളവയാണ്
ഭഗവാൻ ഉപകരണമാക്കിയത്. അപ്പോൾ ഭഗവാന്റെ ഉപകരണമാകണമെങ്കിൽ നമ്മൾ ഗുണങ്ങൾ കൂട്ടണം. ആ ഗുണത്തിൻ്റെ ആദ്യത്തെ പടി, നമ്മൾ വളർത്തിയെടുക്കേണ്ട ആദ്യത്തെ പടിയാണ് ത്രികരണ ശുദ്ധി. അതായത് നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, നല്ല കാര്യങ്ങൾ പറയുക, നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുക. അതിനായി ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ, ഗുരുവായൂരപ്പൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞ എല്ലാ വാക്കുകളും ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. എൻ്റെ ഈ